എറണാകുളം മൂവാറ്റുപുഴയിലും ദ്വാരപാലക സ്വർണ്ണപ്പാളി എത്തിച്ചു. സ്വർണം പൂശുന്നതിനായി മൂവാറ്റുപുഴ സ്വദേശി അജികുമാർ 35 ലക്ഷം രൂപ നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് അജികുമാറിന്റെ വീട്ടിലും സമീപത്തെ കുടുംബക്ഷേത്രത്തിലും സ്വർണ്ണപ്പാളി എത്തിച്ചത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് ചേരുന്നത്. വിഷ്ണു, ഈ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നല്ലോ, കോടതി അനുമതി ഇല്ലാതെ ഈ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇത് ഏത് കാലഘട്ടത്തിലാണ് ഇവിടെ മൂവാറ്റുപുഴയിൽ ഇത് എത്തിച്ചത്? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ? 2019 വിവാദമായ സ്വർണ്ണം പൂശലിന് തന്നെയാണ് ഇവിടെയും ആധാരമായിരിക്കുന്നത്. അതായത് ഈ സ്വർണം പൂശിയ ശേഷം സെപ്റ്റംബർ 11-ാം തീയതി ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത്, അതായത് ഇത് ഈ പിഴലമറ്റം എന്ന് പറയുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്ത് ഈ കാണുന്ന ക്ഷേത്രത്തിന് അജികുമാർ എന്ന് പറയുന്ന ആളുടെ കുടുംബക്ഷേത്രമാണിത്. ഇദ്ദേഹം 35 ലക്ഷം രൂപയോളം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് സ്വർണം പൂശുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് സെപ്റ്റംബർ 11-ാം തീയതി, അതായത് അവിടുത്തെ അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തിയാക്കി സ്വർണം പൂശിയ ശേഷം ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളി ഇങ്ങോട്ടേക്ക് എത്തിച്ചത് എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ, അജികുമാറിന്റെ സഹോദരൻ പറയുന്നത്. ഇവിടെ വലിയ ആഘോഷമായിരുന്നു, അന്ന് വലിയ ആചാര ചടങ്ങുകളുണ്ടായി, പന്തലൊക്കെ ഇട്ടാണത് നടത്തിയത്. അദ്ദേഹത്തിന്റെ സഹോദരൻ നമുക്കൊപ്പം ചേരുകയാണ്. നേരത്തെ ഇത് കുറേ സ്ഥലങ്ങളിൽ, അതായത് നേരത്തെ ജയറാമിന്റെ വീട്ടിൽ എത്തിച്ചു എന്ന് പറയുന്നു. ഇവിടെ എങ്ങനെയാണ് ഇത് എത്തുന്നത്? ഇവിടെ രാവിലെ ഒരു 11 മണിയോടുകൂടി ബാംഗ്ലൂരിൽ നിന്ന് ഒരു 3-4 വണ്ടി ആൾക്കാർ ഇവിടെ വന്നു. ആ കാണുന്ന വീട്ടിലാണ് ഇത് രാവിലെ കൊണ്ട് വെച്ചത്. അപ്പം തലേദിവസം തന്നെ ബ്രദർ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ അയ്യപ്പൻ്റെ ഒരു ധാരവാര വിഗ്രഹം നാട്ടിൽ കൊണ്ടുവരുന്നുണ്ട്, അപ്പം നമ്മുടെ ക്ഷേത്രത്തിൽ അത് വെച്ച് പൂജയൊക്കെ ചെയ്ത് കൊണ്ടുപോകണം, അതിനുള്ള സംവിധാനമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾ കുടുംബക്കാരെ എല്ലാം വിളിച്ച്, നാട്ടുകാരെയൊക്കെ വിളിച്ച് ആൾക്കാരെ കൂട്ടി പെട്ടെന്ന് തന്നെ പന്തലിട്ട്, അന്ന് ഈ മണ്ഡലകാലം അല്ലായിരുന്നു, ഈ ഉടുക്കൂട്ട് പാടാനൊന്നും ആളെ കിട്ടില്ലായിരുന്നു. എന്നിട്ട് ഒരു ചേട്ടനെ പോയി വിളിച്ചുകൊണ്ട് വന്ന് 30,000 രൂപ മുടക്കിയാണ് അയാളെ കൊണ്ട് ഈ വാഴപ്പിണ്ടി കൊണ്ട് ഈ അമ്പലമൊക്കെ ഉണ്ടാക്കി ഇവിടെ അന്ന് തന്നെ എല്ലാം സെറ്റാക്കി. രാത്രി ഒരു 5 മണിയോട് കൂടി അജികുമാറിൻ്റെ തറവാട്ടിൽ നിന്ന് ഈ കാറെ തന്നെ വണ്ടിയിൽ ഇവിടെ വിഗ്രഹം കൊണ്ടുവന്ന് ഈ കാറിൽ നിന്നാണ് ഈ ധാരവാട് 2 വിഗ്രഹം എടുത്ത് ഈ നമ്മൾ നിൽക്കുന്നിടത്ത് വെച്ചിട്ട് ഇവിടെ ഈ തൊട്ട് വീട്ടിലെ ഇതാണ് വെല്ലിച്ചൻ, പുള്ളി ശബരിമലയിൽ 10 കൊല്ലം പെരിയസ്വാമിയൊക്കെയാണ്. അദ്ദേഹത്തിന് നേരത്തെയാണ് പാനപൂജ ചെയ്തതും ഉടുക്കോട്ട് പാട്ടും നടത്തി. വെളുപ്പിനെ ഒരു 3-3:30 കൂടി ഇവിടുന്ന് വിഗ്രഹമായിട്ട് പാളിക്കത്തോട്, കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് എളമ്പള്ളി ശ്രീധർമ്മശാസ്ത്രത്തിൽ അങ്ങോട്ട് പോകുമായിരുന്നു. അത് ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണ്. ഇതിനു മുമ്പുള്ള മണിയും ശബരിമലയിലേക്കുള്ള വാതിലും എല്ലാം ഈ പള്ളിക്കത്തോട്ടിൽ നിന്നാണ് കൊണ്ടുപോയത്. ഇതിലെ കൊണ്ടുവരാമെന്ന് ചേട്ടൻ എന്നോട് പറഞ്ഞപ്പോഴും ഇവിടെ ആളെ കൂട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും നമുക്കത് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇവിടുന്ന് വേണ്ടാന്ന് വെച്ചത്. ലാസ്റ്റത്തെ മാത്രമാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. രണ്ട് പാളികൾ. ആരൊക്കെ കൂടിയാണ് കൊണ്ടുവന്നത്? വലിയ തിരക്കുണ്ടായിരുന്നു. അത് എൻ്റെ സഹോദരൻ അജികുമാർ ഉണ്ടായിരുന്നു, പിന്നെ അദ്ദേഹത്തിൻ്റെ കുറേ കമ്പനിക്കാർ. അത് ആരാന്നില്ല, കമ്പനിയിൽ ജോലിക്കാരാണ്, പുള്ളിയുടെ കൂട്ടുകാരാണോ എന്ന് അറിയില്ല, പുള്ളിയുടെ ഫ്രണ്ടാണെന്ന് എല്ലാവരും പറഞ്ഞത്. ആരാ നമ്മൾ ചോദിക്കണം, അവരെല്ലാം ഈ ഭയങ്കര കാശുള്ളവരാകുമ്പോൾ ആരാന്ന് ചോദിച്ചാൽ പുള്ളിക്ക് ഇഷ്ടപ്പെടില്ല. അജികുമാർ എങ്ങനെയാണ് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്? അജികുമാർ ഈ ബാംഗ്ലൂർ ഭയങ്കര ബിസിനസ്സും പിന്നെ വലിയ ആൾക്കാരുമായിട്ടാണ് പുള്ളിയുടെ ബന്ധങ്ങൾ. അപ്പം അങ്ങനെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് പുള്ളിക്ക് ബന്ധം ഉണ്ടായതായിരിക്കും. എന്നോട് പറയും എൻ്റെ പാർട്ണറാണ് എന്നും പറഞ്ഞ് എന്നെ കാണിച്ചു തരാറുണ്ട്. ഞങ്ങൾ സംസാരിക്കാറൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കൊന്നും പുള്ളിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല അവരോട്. പുള്ളിയുടെ വലിയ ആൾക്കാരോട് നമ്മൾ പോയി സംസാരിക്കും, പുള്ളിക്ക് അത് ഇഷ്ടക്കുറവാണ്. അതുകൊണ്ട് നമ്മളൊന്നും ചോദിക്കാറില്ല, പറയണ അനുസരിക്കാറേ ഉള്ളൂ. അവിടുന്ന് വിളിച്ചു പറയും, ഞങ്ങളിവിടെ അതുപോലെ ചെയ്യും. ഈ ശബരിമലയിലേക്ക് വേറെ എന്തൊക്കെ സ്പോൺസർ എടുക്കണം? എത്ര രൂപ ഇയാൾക്ക് നൽകി? ഇയാളെ മുഖേനയാണ്, പോറ്റി മുഖേനയാണ് ഇതെല്ലാം നടന്നത്? പോറ്റി മുഖേനയാണോന്ന് എനിക്കറിയത്തില്ല. എന്നോട് ഒരു ദിവസം ഞാൻ ചോദിച്ചു, ചേട്ടാ നിനക്ക് ഇതിനെല്ലാം കൂടെ എത്ര ലക്ഷം രൂപ മുടക്കുണ്ടെന്ന് ചോദിച്ചപ്പോൾ എന്നോട് എനിക്കൊരു 10-35 ലക്ഷം മുടക്കുണ്ടെന്ന് പറഞ്ഞു. അത് ആര് മുഖാന്തരാന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു 2015 ശേഷം പുള്ളി ഒരു കാര്യങ്ങളും ഞങ്ങളോട് സംസാരിക്കാറുമില്ല, പറയാറുമില്ല. പുള്ളി ഇവിടെ വരും, തിരിവെക്കും, നേരെ പുള്ളിയുടെ അളിയൻ്റെ വീടായ പള്ളിക്കത്തോട്ടിലേക്ക് പോകും. അവിടെ നിന്നാണ് എല്ലാം ഡീലിംഗ് ചെയ്യുന്നത്. അതിനു മുമ്പ് എല്ലാ കാര്യങ്ങളും ഇവിടെയാണ് പുള്ളി ലാൻഡ് ചെയ്യണതും കിടക്കണതും എല്ലാം ഇവിടെയായിരുന്നു. അതിനെ റൂം എടുത്താണ് കിടക്കണേ. വേറെ ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് ബന്ധം. ഈ 2015 ശേഷം പുള്ളിയുടെ ഈ അളിയനുമായിട്ടാണ് പുള്ളി എല്ലാ കാര്യങ്ങളും ചെയ്യണം. നമുക്കൊരു വിവരവും ഇല്ല, ചെയ്യണം. അല്ലാണ്ട് നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, വലിയ പരിപാടി. ഇവിടെ ഭയങ്കര ജനാവലിയാണ്. ഈ വിഗ്രഹം കാണാൻ വേണ്ടി പല സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്നായിരുന്നു. പക്ഷേ അന്നേരം ഈ ഫോട്ടോ എടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ലതാ. ഫോട്ടോ എടുക്കരുതെന്ന് വിലക്കുള്ളതുകൊണ്ടും ഈ അജികുമാർ ഒരു ദേഷ്യക്കാരനായതുകൊണ്ട് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പുള്ളി ആ സ്പോട്ടിൽ പ്രതികരിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ടാണ് ഞങ്ങൾ എടുക്കാണ്ടിരുന്നത്. ഇതിപ്പം 11 ആണ് കിട്ടിയിരിക്കുന്നത്. അത് നമുക്കറിയത്തില്ല. ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്, അതിനുള്ള സംവിധാനം അവിടെ ചെയ്യണം, എല്ലാം റെഡിയാക്കി വേണമെന്ന് പറഞ്ഞു, അതിനുള്ള പൈസ തന്നേക്കാന്ന് പറഞ്ഞു, എല്ലാം റെഡിയാക്കി വെച്ചു. പക്ഷേ പുള്ളിയോട് അങ്ങോട്ടൊന്നും ചോദിച്ചാൽ പുള്ളി ഒന്നും പറയില്ല. അതുപോലെ ഒരു ദേശക്കാരനും ഒരു പുള്ളിയാണ്. ഇല്ല, ആരും വന്നിട്ടില്ല. ഇനി ഉണ്ടോന്നും അറിയത്തില്ല, ദേവസ്വം ബോർഡിന്റെ ആണോന്ന്. അവരൊരു 30 പേരോളം ഉണ്ടായിരുന്നു. അവർ കാറിൽ, സഹോദരന്റെ കാറിലാണ് കൊണ്ടുവന്നത്. ഒരു വോൾവോ വണ്ടിയാണ്, അതിന്റെ പുറകിൽ വെച്ചാണ് കൊണ്ടുവന്നത്. അതിന്റെ പുറകിൽ കുറെ വേറെ വണ്ടികളും ഉണ്ടായിരുന്നു. അതെല്ലാം വേറെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി അങ്ങനെ നിർദ്ദേശം എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? കൂടുതൽ ആളെ കൂട്ടണം അങ്ങനെ?
അങ്ങനെ പുള്ളി പറഞ്ഞില്ല. ഇങ്ങനെ സംഭവം കൊണ്ടുവരുന്നുണ്ട്, ബന്ധുക്കാരെയൊക്കെ വിളിക്കണം, എല്ലാവരും വിളിച്ചു പറഞ്ഞെന്ന് പുള്ളി പറഞ്ഞു. പിന്നെ വിഗ്രഹമായിട്ട് തന്നെയാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അത് സാധാരണ ഒരു പാളിയാണല്ലോ, അപ്പോൾ എങ്ങനെയാണ് അത് കൊണ്ടുവന്നത്? ഇങ്ങനെ നമ്മുടെ ഈ ഒരു ഇങ്ങനെ തദ്രത്തിലൊരു പെട്ടിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതിൻ്റെ അടപ്പ് തുറക്കുമ്പോൾ ആ തടിയേൽ ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുകയായിരുന്നു. എന്താ പറയുക, ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ടാ വേറെ ക്ഷേത്രങ്ങൾ എവിടെയെങ്കിലും ഇവിടുന്ന് നേരെ പള്ളിക്കത്തോട്ടിലാണ് പോയത്. വേറെ ഇവിടുത്തെ പരിസരത്ത് വേറെ ഇല്ല, ഞാൻ കൂടെ ഉണ്ടായിരുന്നു. പള്ളിക്കത്തോട്ടിൽ ചെന്ന് പള്ളിക്കത്തോട്ടിൽ അമ്പലത്തിൽ വെച്ച് അവിടുന്നാണ് ഞങ്ങൾ ഉച്ചയായപ്പോൾ പോരുകയും ചെയ്തു. പിന്നെ വൈകുന്നേരം അവിടുന്ന് എപ്പോഴാണ് കൊണ്ടുപോയെന്ന് അറിയത്തില്ല. അവിടെ ജയറാം ഉണ്ടായിരുന്നോ? ഇല്ല, ജയറാം ഇല്ലായിരുന്നു. നിങ്ങളുടെ ഒരു ആചാരത്തിന് എന്തുകൊണ്ടാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്? ഈ ക്ഷേത്രത്തിൽ ഇവിടെ വെക്കണം എന്നുള്ളൊരു ആചാരത്തിന്റെ ഭാഗം, അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണോ, അല്ലെങ്കിൽ എല്ലാവരും കാണിക്കുക? ജയറാം തന്നെ ഭയങ്കര ഒരു ഭക്തനായിരുന്നു. ഭക്തി മൂത്ത് പുള്ളിക്ക് അതിന് എന്ത് വേണം പുള്ളി ഇതിന് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ ബന്ധുക്കാരെ നാട്ടുകാരെയൊക്കെ ഒന്ന് അറിയിക്കണം, ഞാനിങ്ങനെ ഒരു വലിയ സംഭവം അറിയിക്കാൻ വേണ്ടി ആയിരിക്കാം ഞങ്ങളെ വിളിച്ചു പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെ എല്ലാവരും കണ്ടു, നാട്ടുകാർ ഒത്തിരി പേര് ഇവിടെ വന്നു, ഒത്തിരി സ്ഥലത്തുനിന്ന് ആൾക്കാർ വന്നു. പറഞ്ഞു ഈ ഉടുക്കൂട്ട് പാട്ടൊക്കെ കേട്ടെ, മൈക്കൊക്കെ വെച്ച പരിപാടി നടത്തി. അതുപോലെ ഭക്തിഗാനസൂതിയൊക്കെ ഉണ്ടായിരുന്നു. 5 മണി തൊട്ടാണ് തുടങ്ങിയത്. പിറ്റേ ദിവസം വെളുപ്പിനെ കൊണ്ടുപോയത്. അത് കഴിഞ്ഞിട്ട് നേരെ ശബരിമലക്ക്, അവിടെ പള്ളിക്കത്തോട്ട് നേരെ ശബരിമല. എപ്പോഴാണ് കൊണ്ടുപോയെന്ന് അറിയത്തില്ല. പള്ളിക്കത്തോട്ടിലേക്ക് ഞങ്ങൾ അവിടെ വരെ ഞങ്ങൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എപ്പോഴാണ് അവിടെ നിന്ന് പോയെന്ന് അറിയത്തില്ല. സ്വർണ്ണപ്പാളികൾ കൂടാതെ ശബരിമലയ്ക്ക് അജികുമാർ നൽകിയിട്ടുള്ള എന്തൊക്കെയാണ്? ആദ്യം തന്നെ നല്ലൊരു മണിമന്ദിരമാണ്. 2 മണിയാണ് സമർപ്പിച്ചത്. അതിന് ജയറാമും ഉണ്ടായിരുന്നു, ഉണ്ണിപ്പോറ്റി ഉണ്ടായിരുന്നു. അത് പള്ളിക്കത്തോട്ടിൽ നിന്നാണ് കൊണ്ടുപോയത്. ഭയങ്കര ഘോഷയാത്രയായിട്ട് പള്ളിക്കത്തോട് തൊട്ട് പമ്പ വരെ എത്ര അമ്പലമുണ്ട് അത്ര അമ്പലത്തിന് കയറിയിട്ടാണ് പോയത്. ഇതൊക്കെ അടുത്തടുത്ത സംഭവങ്ങളാണ്. അത് കഴിഞ്ഞിട്ടാണ് സ്വർണ്ണപ്പാളി ശ്രീകോവിൽ അടപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ആളില്ലാത്തതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അതും പള്ളിക്കത്തോട്ടിൽ കൊണ്ടുവന്ന് പള്ളിക്കത്തോട്ടിൽ നിന്ന് അന്ന് ജയറാം ഒന്നും ഇല്ലായിരുന്നു. വാതിൽ സ്വർണ്ണപ്പാള് പൂശിയ വാതിൽ അദ്ദേഹം തന്നെയാണ് ചെയ്തത് അല്ലേ? അദ്ദേഹം ഉണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ ആൾക്കാരും ഉണ്ട്. പക്ഷേ നമ്മുടെ ചേട്ടനിൽ ഒരു പാണ്ട നമുക്കറിയാം. ഉണ്ണിപ്പോറ്റിയാണ് ഇതിന്റെ ഒരു ഡീലർ പ്രധാനം. ഉണ്ണിപ്പോറ്റിയാണ് ഡീലർ. അദ്ദേഹത്തിന്റെ അളിയന് ഈ കാര്യങ്ങളെല്ലാം അറിയുകയും ചെയ്യാം. അളിയൻ എന്ന് പറഞ്ഞാൽ അജികുമാർ വാസുദേവൻ എന്ന് പറഞ്ഞ അളിയന് എല്ലാ കാര്യങ്ങളും എല്ലാ അജികുമാറിന്റെ എല്ലാ കാര്യങ്ങളും ഈ പൈസ കാര്യം എങ്ങനെയാണെന്നെല്ലാം പുള്ളിക്ക് അറിയാം. പുള്ളി അറിയാണ്ട് പുള്ളി ഒന്നും ചെയ്യത്തുമില്ല. പുള്ളി പള്ളിക്കത്തോട്ടുള്ളത്. ഈ സ്വർണ്ണപ്പാളി പറയുന്നത് ചെമ്പായിരുന്നു കൊണ്ടുപോയി, അന്ന് സ്വർണ്ണായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നും പുള്ളിയോട് ചോദിക്കാറില്ല. പറയണ ചെയ്യാറേ ഉള്ളൂ. ഇവിടെ വിളിച്ചു പറയും, അതുപോലെ കേൾക്കും. എന്ന് വെച്ചാൽ അങ്ങനെ ഉത്തരം തരുന്ന ഒരാളല്ല പുള്ളി. ആദ്യം വീട്ടിൽ കൊണ്ടുവന്നല്ലേ? ആദ്യം വീട്ടിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് 5 മണി ആയപ്പോൾ ഇവിടെ എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ നേരെ ഇങ്ങോട്ട് കയറ്റി ഇവിടെ വെച്ചു. അവിടെ വലിയ സെറ്റപ്പായിരുന്നു. വലിയ അലങ്കരിച്ച് ഫ്രണ്ടിൽ വെച്ച് പാട്ടൊക്കെ പാടി ശരണമൊക്കെ വിളിച്ച് ഭയങ്കര പരിപാടിയായിരുന്നു. നാട് മുഴുവൻ കേട്ടതാണ്. അപ്പോൾ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നു നിങ്ങൾ? വിജിലൻസ് അങ്ങനെ എന്തെങ്കിലും ശബരിമലയിൽ ആരെങ്കിലും? ഇല്ല, എന്നെ ഇപ്പം സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് വിളിച്ചായിരുന്നു. ഞാൻ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ചോദിക്കാൻ കാരണം, അന്ന് ഈ ഒരു സ്വർണ്ണപ്പാളി അവിടെ നിന്ന് കൊടുത്തുവിടുന്നത് ദേവസ്വം അധികൃതർക്കാണ് കൊടുത്തുവിടുന്നതെന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ദേവസ്വം ബോർഡ് അധികൃതർ ഇല്ലാതെ നിങ്ങളുടെ ഇവിടേക്കൊക്കെ? അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ദേവസ്വം ബോർഡിൽ ആരെങ്കിലും വന്ന് അവരനുഗമിച്ചിരുന്നതായിട്ട് അറിയാം? ഇല്ല, ദേവസ്വം ബോർഡിലെ ആ ഉദ്യോഗസ്ഥരെ നമുക്ക് അറിയത്തില്ലല്ലോ. നമുക്ക് അത്ര ഇതെന്ന് അറിയില്ല. ഒരു സാധനം കൊണ്ടുവരുന്നു, അതിനെ നമ്മൾ സ്വീകരിച്ചു, നമ്മുടെ കാവിൽ വെച്ച് പാട്ടുപാടി പൂജകൾ ചെയ്ത് ഇവിടുന്ന് പറഞ്ഞയച്ചു. ഇപ്പോൾ അതിനിങ്ങനെ ഒരു ദുരൂഹത വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഈ സാധനം ഇവിടെയും വന്നിട്ടുണ്ടായിരുന്നു, നാളെ ഒരു അന്വേഷണം വരുമ്പോൾ നമ്മൾ കുടുങ്ങരുത്. അജികുമാർ ജീവിച്ചിരിപ്പില്ല, നമ്മൾ വെറുതെ അതിന് കുടുങ്ങൂലെന്ന് ഓർത്താണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലും കാവിലും ഓക്കെ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മൂവാറ്റുപുഴയിലും എത്തിച്ചിരുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ വിഷ്ണു സുരേഷ് മൂവാറ്റുപുഴയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.